മോളെന്ന് എഴുന്നേറ്റ്. അവരവിടെ കാത്തു നിൽക്കാൻ. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞില്ലേ? വെറുതെ പറയുന്നത് ഇങ്ങനെയാണോ? വീട്ടിൽ വരുന്നവരെന്നെ കളിയാക്കുമ്പോ പുറത്തുള്ളവരുടെ കാര്യം പറയണോ? ഞാൻ വരുന്നില്ല. എന്റെ പൊന്നു രാധയല്ലേ, നീ പിണങ്ങാതെ വാ, നമുക്ക് പോവാം. ഇല്ലില്ല, ഞാൻ പറഞ്ഞതാ. എന്നാ ഞാനും പോകുന്നില്ല. അമ്മേ, അവരോട് പറഞ്ഞേക്കും ഞാൻ വരുന്നില്ലെന്ന്. രാധേ, സീതയെ പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേൽക്കൂ. രാധേ, അവൾ അവിടെ കിടന്നോട്ടെ. അവരെന്ത് വിചാരിക്കും മോളെ? മോശമല്ലേ ഇത്? രാധയ്ക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞാൽ മതി. നീ വാ. മോളെന്താ വേഗം ഇങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല മേ, വല്ലാത്തൊരു ക്ഷീണം. സുരേഷ് വന്നിട്ടുണ്ട്, മോൾ അവനോടൊന്ന് പറയും. രാധ എവിടെ അമ്മേ? അവൾ ഊണ് കഴിച്ചോ? അവളൊന്നും കഴിച്ചില്ല, അവിടെ കരഞ്ഞോണ്ട് കിടക്കുന്നു. രാധേ, രാധേ, ഡാൻസ് സുന്ദരമായിരുന്നു. നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു രസവും തോന്നിയില്ല. ഞാനിങ്ങനെ പോന്നു. നീ ഒന്ന് എഴുന്നേറ്റ്. ഇങ്ങനെ ഒന്ന് പിണങ്ങിയാലോ? നമുക്ക് ഊണ് കഴിക്കണ്ടേ? ചേച്ചി ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കും. ചേച്ചി ചുമ്മാ ചേച്ചി. എന്ത് പറ്റി മോളെ? മോക്ക് എന്ത് പറ്റി മോളെ? എന്താ എന്ത് സംഭവിച്ചു? രാധ എന്താ? രാധയെ വിളിക്കാൻ വന്നപ്പോ ഞാൻ കാല് തെറ്റി വീണതാണ്. അമ്മേ, ശ്രീരാം മുറിയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡോക്ടർ മാർഗിക്ക് ഫോൺ ചെയ്തു. ചേച്ചി, ഹലോ, ഡോക്ടർ മാനവില്ലേ സംസാരിക്കുന്നത്? ഞാൻ ഡോക്ടർ സുരേഷാണ്. പിന്നെ ശ്രീദേവിക്ക് ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അവളിപ്പോ ഫുൾ ടൈം പ്രഗ്നന്റ് ആണല്ലോ. ഡോക്ടർ കൂടി ഒന്നിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും. താങ്ക് യു ഡോക്ടർ. കൃഷ്ണ, എന്റെ ചേച്ചിക്ക് ഒരാപത്തും വരുത്തരുതേ. രാധേ, ശ്രീദേവി പ്രസവിച്ചു, ആൺകുട്ടി. ഹലോ, ആരാണ്? സുരേഷ് ചേട്ടന്റെ വീട്ടിൽ നിന്നോ? ചേച്ചി പ്രസവിച്ചെന്നോ? ആൺകുട്ടിയോ? ശരി. അച്ഛാ, അച്ഛാ, അച്ഛൻ വാ വിളിച്ചേ. ഒന്ന് വാ വിളിച്ചേ. ഇനി ഒന്ന് കണ്ണടച്ചേ. എന്ത് പണിയാ അവളെ കാണിച്ചത്? ചായ എന്റെ വായിലിട്ടത്. അച്ഛാ, ചേച്ചി പ്രസവിച്ചു, ആൺകുട്ടി. ഞാൻ അപ്പൂപ്പനായിരുന്നു. മോളെ, അവൾക്ക് വിശേഷം വല്ലതും ഉണ്ടോ? നീ അന്വേഷിച്ചോ? വിശേഷമൊന്നും ഇല്ല, ചേച്ചിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അച്ഛാ, ഇപ്പൊ അവിടെ ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെയും ഒക്കെ വലിയ ബഹളമായിരിക്കും അല്ലേ? അത് പിന്നെ അങ്ങനല്ലേ മോളെ, വലിയ തൊഴിൽക്കാരെല്ലാം ഒന്നിച്ചുകൂടും. നമ്മള് മാത്രം. പിന്നെ ഞാൻ എപ്പോഴും നല്ല അച്ഛ, പക്ഷേ മക്കള് മാത്രം. മോളെ, അവള് പ്രസവിച്ചു കിടക്കുന്നത് അവന്റെ വീട്ടിലാണോ അതോ ഏതെങ്കിലും നഴ്സിംഗ് ഹോമിലാണോ? അല്ല, അവരുടെ വീട്ടിൽ തന്നെ പ്രസവിച്ചു കിടക്കുന്നത്. അവളുടെ വീട്ടിൽ വെച്ചോ? എന്താ? ഞാൻ വരുന്നില്ല മോളെ, മോൾ തനിച്ചു പോയാൽ മതി. ഒരു മുത്തച്ഛനായ സന്തോഷത്തിൽ അച്ഛനെല്ലാം അങ്ങ് മറന്നു. വല്ല നഴ്സിംഗ് ഹോമിന് മറ്റും ആയിരുന്നെങ്കിൽ അവളെയും കുഞ്ഞിനെയും ഒന്ന് വന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എന്തിനാണ് അച്ഛനെ തന്നെ ശിക്ഷിക്കുന്നത്? ചേച്ചിയുടെ ആദ്യത്തെ പ്രസവം ഈ വീട്ടിൽ വെച്ച് തന്നെയല്ലേ നടക്കേണ്ടത്? അതെ കുഞ്ഞ്, നമ്മുടെ വീട്ടിൽ
സാധാരണ നടക്കേണ്ടതൊന്നും നടക്കാറില്ലല്ലോ. സാരമില്ല മോളെ. മോളെ, അവളുടെ അമ്മ കുഞ്ഞുനാളിൽ അവളെ അണിയിച്ചിരുന്ന ആഭരണങ്ങൾ അച്ഛന്റെ സേഫിലുണ്ട്. നീ അതെടുത്ത് അവളുടെ മോന് കൊടുക്കണം. കൊടുക്കാം. ഇതോടൊപ്പം മുത്തച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെന്ന് പറയണം. പിന്നെ ശ്രീദേവി അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛൻ സുഖമാണെന്ന് മോൾ പറയണം. അമ്മേ, കുഞ്ഞിനെ ഒന്നെന്റെ കൈ തരൂ. നിനക്ക് എടുക്കാൻ അറിഞ്ഞൂടാ. കുഞ്ഞിന്റെ പിടിൽ ഉറച്ചിട്ടില്ല മോളെ. എങ്കിലും എന്റെ കൈ തരൂ അമ്മേ. അല്ല, ഇതാര് ഗീതമോളോ? വരൂ, ഇരിക്കും ഗീത. ഇപ്പൊ അനിയത്തിയുടെ പിണക്കമൊക്കെ പോയോ? ഏയ്, എനിക്ക് ആരോടും പിണക്കമില്ല. ചേച്ചി, മോൻ നമ്മുടെ അച്ഛനെ പോലെ തന്നെയാണല്ലേ? ആ കണ്ണും മൂക്കും എല്ലാം. അല്ലല്ല, എന്റെ ചേട്ടനെ പോലെ തന്നെയാ. ദേ, ആ നെറ്റി കണ്ടില്ലേ? അല്ലേ അമ്മേ? ഓടിയോടുന്നു. എന്റെ സുരേഷിന്റെ അച്ഛന്റെ തന്റെ സ്വരൂപമാണ്. ഞാൻ ഈ കാപ്പി കൊടുക്കാം. ഗീതേ, അച്ഛൻ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എങ്കിലും അച്ഛൻ എന്റെ മോനെ കാണാൻ വന്നില്ലല്ലോ. അച്ഛന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൻ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അല്ല, ഇതാണ് ഗീത. ഇരിക്കും. ഇപ്പൊ എത്തി. ഇപ്പൊ ഒന്നുമില്ലല്ലോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മോനെ, ഇതാരാണോ നോക്ക്? നിന്റെ കുഞ്ഞമ്മേണ്ട. എന്താണോ നോക്കുന്നത്? മോൻ അച്ഛന്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടമാണോ നോക്കുക? ഞാൻ വരുന്ന വഴിക്ക് ഇവന് വേണ്ടി ഒരു മാല വാങ്ങിച്ചു. ആ ചേച്ചി, ഇതാ നോക്ക്, അച്ഛൻ തന്നയച്ചതാ മോനെ ഇടിക്കാൻ. അറിഞ്ഞത് ഇതാ ചേച്ചി. വേണ്ട ഗീത, എന്റെ മോള് അച്ഛന്റെ അനുഗ്രഹം മാത്രം മതി. മോള് ഇത് തിരികെ കൊണ്ടുപോയിക്കോ. കുഞ്ഞമ്മ പോട്ടെ മോനെ. ശ്രീദേവി ഒരു വർഷം കൊണ്ട് എന്റെ മനസ്സ് മുഴുവൻ പഠിച്ചു കളഞ്ഞു. ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് ഒരു വർഷം വേണ്ട, ഒരു നിമിഷം മതി. ഡോക്ടർ സാർ, എന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങി എന്നാണ് തോന്നുന്നത്. എന്ത് പറ്റി? കഴിഞ്ഞ സൂര്യഗ്രഹണം ഞാൻ നോക്കി. നിങ്ങളെന്താ പറഞ്ഞാൽ കേൾക്കുന്നവനല്ലല്ലോ. വെല്ലൂർ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യും. ഞാൻ ഡോക്ടർ മാത്യുവിനെ ഇട്ടുതരാം.